നിസാൻ ടെക്ടോൺ ആണോ നല്ലത്, റെനോ ഡസ്റ്റർ ആണോ നല്ലത്? ഒരുപാട് ഡിബേറ്റ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് DM വരുന്നുണ്ട്, ഏതെടുക്കുന്നതാണ് ബെറ്റർ ഒന്ന് നോക്കിയിട്ട് പറയണം. ഞാൻ ടെക്ടോൺ നമുക്ക് മീഡിയ ഡ്രൈവ് കിട്ടിയിട്ടുണ്ടായില്ല, സോ ഇപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വീഡിയോയുടെ അവസാനം വരെ കാത്തു നിൽക്കുന്നില്ല, ഏതാ ബെറ്റർ എന്ന് ഞാൻ ഇപ്പോൾ പറയാൻ പോവുകയാണ്. അതായത് നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റ് വാഹനം നോക്കുന്നവരാണെങ്കിൽ ഏകദേശം 12.5 ലക്ഷം മുതലാണ് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഡസ്റ്റർ ആണെങ്കിലും ടെക്ടോൺ ആണെങ്കിലും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ നിന്ന് അങ്ങോട്ട് ഒരു 20 ലക്ഷം വരെയുള്ളവർ നോക്കുന്നവരാണെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ 90% സിമിലർ ആണ്. അതായത് ഫീച്ചേഴ്സ് ആണെങ്കിലും ടെക്നിക്കലി നമുക്ക് ഷാസി, എൻജിൻ ഓപ്ഷൻസ് എല്ലാം സിമിലർ ആണ് വരുന്നത്. സോ ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങൾ അടിക്കേണ്ടതില്ലാത്തൊരു വിഷയമാണ് ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ. അതുകൊണ്ട് ജസ്റ്റ് രണ്ട് കാര്യം മാത്രം നോക്കിയാൽ മതി. ഒന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വേരിയൻ്റ് ആണ് എടുക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ കാരണം നമുക്ക് ചില വേരിയൻസ് ടെക്ടോൺ വാല്യൂ ഫോർ മണി പാക്കേജിൽ വരുന്ന സമയത്ത് മറ്റ് ചില വേരിയൻസ് നോക്കിയാൽ റെനോ ഡസ്റ്റർ ആണ് കുറച്ചുകൂടി വാല്യൂ ഫോർ മണി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏത് വേരിയൻ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബഡ്ജറ്റ് നോക്കിയതിന് ശേഷം തീരുമാനിക്കാം നിങ്ങൾക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് മിഡ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ ഡസ്റ്ററിൽ 17 ഇഞ്ച് അലോയ്സ് കിട്ടുമ്പോൾ ടെക്ടോൺ നമുക്ക് 18 ഇഞ്ച് അലോയ്സ് കിട്ടുന്നുണ്ട്. ചില വേരിയൻസ് മിഡിൽ നമുക്ക് ഡസ്റ്റർ പവർ ടെയിൽ ഗേറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടെക്ടോണിൽ ഫീച്ചർ വരുന്നില്ല. അങ്ങനെ വളരെ ചെറിയ മാറ്റങ്ങളാണ് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യം തരുന്ന ചില മാറ്റങ്ങൾ മിഡ് വേരിയൻസിൽ വരുന്നുണ്ട്. അത് മാത്രം നോക്കിയാൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് ഏതിൻ്റെയാണ് സെയിൽസ് ആൻഡ് സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം നമുക്ക് ജസ്റ്റ് ഷോറൂമിൽ പോയി ബുക്ക് ചെയ്യുന്നു, പിന്നെ വണ്ടി ഡെലിവറി എടുക്കാൻ പോകുന്നു, ജസ്റ്റ് 2 വട്ടം ഷോറൂം വിസിറ്റ് ചെയ്താൽ വാഹനം ഡെലിവറി എടുത്ത് വീട്ടിൽ പോകും. പക്ഷേ വാഹനം സർവീസ് ചെയ്യാനായിട്ട് നമ്മളത് എത്ര നാൾ ഉപയോഗിക്കുന്നോ ആ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ ഷോറൂം വിസിറ്റ് ചെയ്താൽ സർവീസ് സെൻറ്റർ വിസിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് സ്ഥലം നമ്മുടെ അടുത്ത് വേണമെന്നില്ല, നമ്മുടെ ജോലി സ്ഥലത്താവാം, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടിലാവാം. അങ്ങനെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഏത് ബ്രാൻഡിൻ്റെ സർവീസ് സെൻ്ററാണ് വരുന്നത്, ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫൈനൽ ഉത്തരത്തിലെത്താം. പക്ഷേ ഇതൊക്കെ സെക്കൻഡറി കാര്യങ്ങളായിട്ടാണ് ഞാൻ വെക്കുന്നത്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ് എന്നുള്ളതാണ്. മെയിനായിട്ട് ഇതിൽ 90% സിമിലറാന്ന് പറഞ്ഞപ്പോൾ 10% ഡിഫറൻസ് സംഭവിച്ചിട്ടുള്ളത് ഓൺലി കളർ കോമ്പിനേഷനിലും ലുക്കിലും മാത്രമാണ്. അപ്പോൾ പേഴ്സണലി നിങ്ങൾക്ക് കാണാൻ ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്ന ഏതാണ്? സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും അധികം എല്ലാവരും പറയുന്നത് ഡസ്റ്ററിനേക്കാൾ ബെറ്ററാണ് ടെക്ടോണിൻ്റെ ഒരു ഡിസൈൻ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്താണ് ഇവിടെ ചേഞ്ച് ആയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിസാൻ അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ നിസാൻ പാട്രോളിൻ്റെ ഒരു തീം പിടിച്ചുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റ്, അതുപോലെ ഗ്രില്ല്, ബമ്പർ എല്ലാം റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡസ്റ്ററുമായിട്ട് ഒരു സിമിലാരിറ്റിയും ഫ്രണ്ട് ലുക്കിൽ ഫീൽ ചെയ്യില്ല. അതും ഈ ഒരു ലോവർ പാർട്ടിലാണ്. കൂടാതെ കണക്റ്റിംഗ് ടൈപ്പ് DR കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് ഡസ്റ്ററിൽ ഇല്ലാത്ത ഫീച്ചറാണ്. ശരിക്കും അത് പെട്രോളിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് എവിടെ ഫീൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടീഷനാണ് റെഡ് സ്ട്രിപ്പിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ അത്ര മാസീവായിട്ടുള്ള ഗ്രില്ല് കൊടുക്കാൻ പറ്റില്ല, അത്രയും വലിയൊരു വാഹനമല്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആ റെഡ് സ്ട്രിപ്പ് കൊടുത്തതിൽ ഒരു കോൺട്രാസ്റ്റ് കളർ കൊടുത്തുകൊണ്ടാണ് നമുക്കിത് കുറച്ചുകൂടി അത്തരത്തിൽ പെട്രോളിൻ്റെ ഫീൽ തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എൻ്റെ ഒരു ഫ്രണ്ടിനെ അത് കാണിച്ചിട്ട് നിസാൻ പെട്രോൾ വെച്ചിട്ടാണ് ഇവർ തീമിലാണ് ഈ ഒരു ടെക്ടോൺ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഇത് പെട്രോൾ അല്ല, ഇത് മണ്ണെണ്ണ പോലെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. സോ എനിക്കും പ്രത്യേകിച്ച് അങ്ങനെ പെട്രോളിൻ്റെ ഫീലൊന്നും വന്നിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം. ഇതിൽ നമുക്ക് LED DR, LED ഹെഡ്ലാമ്പ് യൂണിറ്റ്, 360 ക്യാമറ, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. മുകളിലായിട്ട് ടെക്ടോൺ എന്നുള്ളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫീലാണ്. അതില്ലെങ്കിലും നന്നായിരുന്നു എന്ന് തോന്നി. ഹുഡിൽ ഡിഫറൻസ് ഒന്നുമില്ല. ഹുഡ് നമുക്ക് ഡസ്റ്ററിൽ നമ്മൾ കണ്ട സിമിലർ ഹുഡാണ് വന്നിട്ടുള്ളത്. വശങ്ങളിലേക്ക് വന്നാൽ ഒരൊറ്റ ചേഞ്ച് നമുക്ക് മെയിനായിട്ട് സംഭവിക്കുന്നുള്ളൂ. അത് അലോയ് വീലിൻ്റെ ഡിസൈനാണ്. എനിക്ക് ടെക്ടോണിൻ്റെ ഡിസൈനാണ് കുറച്ചുകൂടി അലോയ്സിൻ്റെ കാര്യത്തിൽ ഇഷ്ടപ്പെട്ട്. ടയർ പ്രൊഫൈലിൽ മാറ്റമൊന്നുമില്ല. രണ്ട് മോഡലിലും 225, 55 പ്രൊഫൈലുള്ള 18 ഇഞ്ച് അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. T280 എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ T160 എന്നുള്ള ബാഡ്ജിങ്. അങ്ങനെ 2 ബാഡ്ജിങ് നിങ്ങൾ ടെക്ടോൺ നോക്കുന്നവർക്ക് കാണാം. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് ഇത് ലഭിക്കുന്ന 2 എഞ്ചിൻ ഓപ്ഷൻസിനെയാണ്. അതായത് T280 എന്ന് പറഞ്ഞാൽ 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും ഹൈ എൻഡ് പവർ ട്രെയിൻ ആണ് നമുക്ക് T280 എന്ന് പറഞ്ഞാൽ 250 ന്യൂട്ടൺ ടോർക്ക് ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. T160 എന്ന് പറഞ്ഞാൽ ആ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതിൽ നമുക്ക് 166 ന്യൂട്ടൺ ടോർക്കാണ് ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കി എളുപ്പമല്ല. കാരണം ഷോറൂമിലേക്ക് കയറി പോയാലും അവർ നമ്മളോട് നമ്മൾ സാർ വിസിയ എന്ന് പറഞ്ഞാൽ ആ വേരിയൻ്റ് എടുക്കുന്നതിൽ നമുക്ക് T60 കിട്ടുള്ളൂ, T280 കിട്ടില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ആയി പോകും. അങ്ങനെ മനസ്സിലാക്കാനൊന്നുമില്ല. 1000 cc എഞ്ചിൻ ഉണ്ട്, 1300 cc എഞ്ചിൻ ഉണ്ട്. ആ 2 എഞ്ചിൻ്റെ പേര് ഇവരിങ്ങനെ കൺഫ്യൂസിങ് ആക്കി ഇട്ടു എന്നുള്ളതേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ ഡസ്റ്ററിലും ഈ ഒരു പാർട്ടിൽ ചെറിയൊരു എലിമെൻറ്റ് കണ്ടുള്ളതാണ്. ഇവിടെയും അത്തരത്തിൽ അവർ ഡസ്റ്റർ എന്നൊക്കെ ബ്രാൻഡിങ് കൊടുത്തെങ്കിൽ ഇത് ജസ്റ്റ് നമുക്കൊരു എന്താ പറയുക ഒരു മൗണ്ടൈൻസിൻ്റെ ഒരു തീം നൽകിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. വേറെ വർഷങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നോർമലി കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇവിടെയും കിട്ടുന്നുണ്ട്. ഒരു ചേഞ്ച് വരുന്നത് ഡസ്റ്ററിൽ നമുക്ക് ഫങ്ഷണൽ റൂഫ് റെയിൽസ് ആണെങ്കിൽ ഇത് നമുക്ക് ഫങ്ഷണൽ അല്ല, അതിൻ്റെ ഡു നോട്ട് ലോഡ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡസ്റ്ററിൽ നമുക്ക് 50 കിലോ വരെ ഭാരം കയറ്റാവുന്ന ഫങ്ഷണൽ ആയിട്ടുള്ള റൂഫ് റെയിൽസ് ആണ് വന്നിട്ടുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉയർന്നാണ്. ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ബെസ്റ്റാന്ന് പറയാം. നമുക്ക് 212 മില്ലിമീറ്റർ വരുന്നുണ്ട്. ഇതിന് മുകളിൽ ഹോണ്ട എലിവേറ്റ് മാത്രമേ
ഇതിന് കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന ഒരു വാഹനം ഈ സെഗ്മെന്റിൽ തന്നെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. പെട്രോളിൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഫീൽഡ് വന്നിട്ടുള്ളത്. E20 കമ്പാറ്റബിൾ ആണ്. അതിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. റിയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ 2 എഞ്ചിൻ ഓപ്ഷൻ അനുസരിച്ച് അത് മാറ്റം വരുന്നുണ്ട്. അത്തരത്തിൽ 4 വീലിനും ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. റിയറിൽ വരുന്ന സമയത്ത് ചേഞ്ച് എന്താണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. കാരണം ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ ഹൗസിങ് സിമിലർ ആണ്. ഇതിൽ ആകെ ഒരു ചേഞ്ച് വരുന്നത് ഇത്തരത്തിലൊരു C ഷേപ്പിലാണ് ഇതിൻ്റെ ഇല്ലുമിനേഷൻ വർക്ക് ആവുന്നത്. നമുക്ക് ഡസ്റ്ററിലാണെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് അതിൻ്റെ ഇലുമിനേഷൻ ആയിരുന്നത്. അത്രയും ചെറിയൊരു ട്വീക്ക് മാത്രമാണ് അതിനകത്ത് നടത്തിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബമ്പറിൻ്റെ ഏരിയയിലാണ് മറ്റൊരു ചേഞ്ച്. ഫ്രണ്ടിൽ കണ്ട പോലെ ഒരു റെഡ് സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഡസ്റ്ററിലാണെങ്കിൽ ഈ ഒരു സിൽവർ എലമെൻറ്റ് ഒരുപാട് സ്ഥലത്ത് മൊത്തം കവർ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഇത് കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. എഗൈൻ ടെക്ടോൺ എന്നുള്ള ബ്രാൻഡിങ് കാണാം. എഗൈൻ റിയറിലാണെന്നുണ്ടെങ്കിലും അത്രയും ഒരു ഇമ്പ്രസീവ് ഒന്നല്ല, ഒഴിവാക്കാവുന്ന ഒരു ബ്രാൻഡിങ് ആണ് എന്നുള്ളതാണ്. പിന്നെ റിയർ വൈപ്പർ, ഡിഫോഗർ, ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഒരു ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ, ഷാർക്ക് ഫിൻ ആൻറ്റിന, അതൊക്കെ നമുക്ക് 2 മോഡൽസും ഒരുപോലെ കാണാം. പിന്നെ പവർ ടെയിൽ ഗേറ്റ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിഡ് വേരിയൻറ്റ് മുതൽ നമുക്ക് ഡസ്റ്ററിൽ കിട്ടുന്നുണ്ട്. അതിനും തൊട്ട് മുകളിലെ വേരിയൻറ്റിലാണ് നമുക്ക് ടെക്ടോണിലേക്ക് വന്നാൽ പവർ ടെയിൽ ഗേറ്റ് വരുന്നത്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് വരുന്നത് ഡസ്റ്ററിലാണ്. 518 ലിറ്ററാണ്. കമ്പനി പറയുന്നത് 700-ന് മുകളിലെ ഫിഗർ ചിലപ്പോൾ നിങ്ങൾ കേൾക്കാം. ചിലപ്പോൾ ഷോറൂമുകാരും അങ്ങനെ പറഞ്ഞു തന്നിരിക്കാം. അത് ഈ ഒരു പാർസൽ ട്രേ ഇല്ലാതെ ഈ റൂഫ് വരെ നമുക്ക് ലഗേജ് ക്യാരി ചെയ്യുമ്പോഴാണ് അത്രയും ബൂട്ട് സ്പേസ് നമുക്ക് അവകാശപ്പെടാൻ പറ്റുക. അത് എന്ത് സെൻസിബിൾ അല്ലാത്തൊരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇത്രയും ലഗേജ് ക്യാരി ചെയ്തിട്ട് ആരെങ്കിലും യാത്ര ചെയ്യുക, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിയർ വ്യൂ ക്യാമറയിൽ നമുക്ക് എന്തെങ്കിലും കാണുമോ? അപ്പോൾ അതിലൊന്നും കഥയില്ല. അതൊക്കെ വെറുതെ ഫിഗേഴ്സ് വലുതാക്കി കാണിക്കുന്ന ഒരു പരിപാടി മാത്രമാണ്. പ്രാക്ടിക്കലി നമുക്ക് പാർസൽ ട്രേ വെച്ചിട്ട് നമ്മൾ ലഗേജ് ക്യാരി ചെയ്യുകയാണെങ്കിൽ 518 ലിറ്ററാണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ഇനി സ്പെയർ വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ സൈസ് അല്ല, 17 ഇഞ്ചാണ്. ഒരു സൈസ് കുറവാണ്. 225/60 പ്രൊഫൈലുള്ള 17 ഇഞ്ചിൻ്റെ സ്പെയർ വീല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചേഞ്ച് ഒന്നും പറയാൻ, ഒരുപാടല്ല, ഒരു ചേഞ്ചും പറയാനില്ല. എക്സെപ്റ്റ് വൺ, നമുക്ക് കളർ കോമ്പിനേഷൻ. അതായത് ഡസ്റ്ററിൽ നമുക്ക് ടോപ്പിൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗ്രീനിൻ്റെയും ബീജിൻ്റെയും മിക്സ് ആണെങ്കിൽ ഇതിൽ നമ്മൾ കാണുന്നത് ഒരു ബർഗണ്ടി, അതുപോലെ തന്നെ ഒരു വൈറ്റ്, അതുപോലെ നമുക്ക് ഒരുപാട് ഡാഷ്ബോർഡിലായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ റോസ് ഗോൾഡ് ടച്ച് കാര്യങ്ങളൊക്കെ കാണാം. സ്പേസ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഫുൾ ബാക്കിലേക്കാണ് ഇട്ടുള്ളത്. ഇത്രയും ബാക്കിലേക്ക് ആരും ഇടില്ല, നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടുള്ളതാണ്. എന്നാലും നമുക്ക് ഫുഡ് റൂം ഇത്തിരി കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഡസ്റ്ററിന് ടെക്നോണിൻ്റെ കാര്യമാണ് പറയുന്നത്. തൈ സപ്പോർട്ട് ജസ്റ്റ് ഓക്കെ എന്ന് പറയുന്ന രൂപത്തിലാണ്. റിക്ലൈനിങ് ആംഗിൾ, അത്തരം കാര്യങ്ങൾ, ഹെഡ് റൂം അതൊക്കെ പെർഫെക്റ്റ് ആണ്. എനിക്ക് ഫുഡ് റൂം, അതായത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അവിടെ ഒരു തടസ്സമുള്ള ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കാല് കയറ്റി വെക്കാതെ എത്ര പോകുന്നുള്ളൂ, ഇതാണ് മാക്സിമം. അപ്പോൾ ഫുഡ് റൂം കുറവാണെന്നുള്ളൊരു പരാതി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ടോപ്പ് ക്ലാസ് ആണ്. വലിയൊരു പാൻഡ്രോമിക് റൂഫ് വരുന്നതുകൊണ്ട് അതിൻ്റെ വ്യൂ നമുക്ക് പുറകിലിരിക്കുന്നവർക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. റൂഫ് ലൈനിങ്, ഒരു പ്രീമിയം റൂഫ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം ഫീൽ എല്ലായിടത്തും ഉണ്ട്. ഒരു കാര്യം മാത്രമൊക്കെ കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക് ആണ് എന്നുള്ളതാണ്. ഈ ആംറസ്റ്റ് ഭാഗത്തൊക്കെ നമുക്കൊരു ലെതർ ടച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതും ഹാർഡാണ്. ഒരു നമുക്കൊരു എന്താ പറയുക, തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹാർഡായിട്ട് ഫീൽ ചെയ്യും. ജസ്റ്റ് ഒരു ഫാബ്രിക് അല്ലെങ്കിൽ ലെതറൊക്കെ ടച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇൻറ്റീരിയറിൽ കയറുന്ന സമയത്തും ഇവിടെ ഫീച്ചേഴ്സ് ചേഞ്ച് ഒന്നും പറയാനില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 പവർ വിൻഡോയുടെ കൺട്രോൾ, ORMൻ്റെ അഡ്ജസ്റ്റ്, അത്തരം കാര്യങ്ങളൊക്കെയാണ്. ഗ്ലോസി ബ്ലാക്കുള്ള ഇൻസൈഡ് ഡോർ ലിവർ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ റോസ് ഗോൾഡ് എലമെൻറ്റ്. നമുക്കൊരു ഡോർ ഹാൻഡിൽ മുതൽ അങ്ങോട്ട് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ ഡ്രൈവർക്ക് മാത്രമല്ല കോ പാസഞ്ചർക്കും പവേർഡ് സീറ്റാണ് വന്നിട്ടുള്ളത്. അതൊക്കെ ടോപ്പ് എൻഡിലുള്ള ഫീച്ചേഴ്സാണ്. നമ്മൾ ഇതിൻ്റെ ലോവർ വേരിയൻ്റ് വീഡിയോ ഒക്കെ വൈകാതെ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കാണാൻ സാധിക്കും. അതും നമുക്ക് ഒരു കിടിലൻ ഫീച്ചറാണെന്ന് പറയാം. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡോട് കൂടിയിട്ടാണ് ഒരു ഫീച്ചർ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബൂട്ട് ഓപ്പണിംഗ് ഒക്കെ ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അഡാസിൻ്റെ ഒരുപാട് കൺട്രോൾസ് കാണാം. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ഒരു റോസ് ഗോൾഡ് ടച്ച് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ നമ്മുടെ MIDയുടെ കൺട്രോൾസ് ആണ്. 10.25 ഇഞ്ചാണ് നമുക്ക് MID വന്നിട്ടുള്ളത്. പുഷ് ബട്ടൺ ഒന്ന് ഓൺ ചെയ്യാം. യെസ്, ഈ രൂപത്തിൽ നമുക്കൊരു 10.25 ഇഞ്ചിൻ്റെ MID വരുന്നുണ്ട്. അഡാസ് ലെവൽ 2 വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻഫർമേഷൻസും ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് ഇവിടെ അറിയാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ കാണുന്ന ഏറ്റവും ടോപ്പ് എൻഡ് 1.3യുടെ ഏറ്റവും ഹൈ എൻഡ് വേരിയൻറ്റ്, ഏറ്റവും ഹൈ എൻഡ് എഞ്ചിൻ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് ട്രാൻസ്മിഷൻ ഓപ്ഷൻ, അതായത് DCT ട്രാൻസ്മിഷനാണ് വരുന്നത്. ആ ഒരു വാഹനം കാണുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ്, ഇത് താഴേക്കും നമ്മുടെ അടുത്തേക്കും ദൂരേക്കും ഒക്കെ ഉണ്ടാവാം. അതുപോലെ പാഡ് ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് യൂണിറ്റ്, ഓട്ടോമാറ്റിക് വൈപ്പർ, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ 10.1 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് ആണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് നമ്മുടെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഇൻഫർമേഷൻസും വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ഇതിലും അറിയാനായിട്ട് പറ്റും. അത് നൈസാണ്. പിന്നെ മൊത്തത്തിൽ ആ ഒരു കളർ കോമ്പിനേഷൻ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ് കേട്ടോ. അതായത് കാഴ്ചയിൽ നമുക്കൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷെ ടച്ച് ആൻഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടച്ച് ചെയ്യുന്നിടത്തൊക്കെ ഒരു ഹാർഡാണ്. അത് മാത്രമാണ് ഒരു കുറവായിട്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ കോമ്പറ്റീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കോമൺ ആണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇവിടെ നമ്മുടെ
ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിന്റെ കൺട്രോൾസ് ആണ് വന്നുള്ളത്. ഹസാർഡ് ലാമ്പ്, ലോക്ക് അൺലോക്ക്, 2 സി ടൈപ്പ് ചാർജിംഗ് പോർട്ട്, വയർലെസ് ചാർജർ, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പാർക്ക് മോഡ് വന്നിട്ടുണ്ട്, റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് എന്നിങ്ങനെ ഡ്രൈവ് സെലക്ടർ കാണാൻ സാധിക്കും. ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ, കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ സെയിം നമ്മൾ റെനോയിൽ കണ്ടുള്ള അതേ കീ തന്നെയാണ് നമുക്ക് നിസാനിൽ ഉപയോഗിക്കുന്നത്. ആംറസ്റ്റ് കുറച്ചുകൂടി സോഫ്റ്റ്നെസ് ഉണ്ട്, നമ്മുടെ ഡോർ ആംറസ്റ്റിനേക്കാൾ സോഫ്റ്റ്നെസ് സെൻറ്റർ ആംറസ്റ്റിന് വരുന്നുണ്ട്. സ്ലൈഡബിൾ അല്ല, അതിന് താഴെ സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ് IRM, പിന്നെ സൺഷെയ്ഡിനും അതുപോലെ പാനോമിക് ഓപ്പണിങ്ങിനും സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് എടുത്തു പറയാനുള്ളത്. രണ്ടും സിമിലർ ആണ്. സോ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അതിന് തന്നെ ഹൈഡ്രോളിക് സ്ട്രെച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതും കൺവീനിയന്റ് ആയിട്ട് ഈ ഒരു നമുക്ക് അത്യാവശ്യം പ്രൈസിങ് ആയിട്ട് വരുന്ന ഒരു സെഗ്മെന്റ് ആണ്. അതായത് 20 ലക്ഷത്തിന് മുകളിലും 26 ലക്ഷം വരെയൊക്കെ പല ബ്രാൻഡിന്റെയും ഈ ഒരു സെഗ്മെന്റിൽ പ്രൈസിങ് വരുന്നുണ്ട് ഓരോ മോഡൽസിനനുസരിച്ച്. പക്ഷേ വളരെ അപൂർവം മോഡൽസിന് നമുക്ക് ഇത്തരത്തിൽ ഹൈഡ്രോളിക് സ്ട്രെച്ച് ഒരു ഹുഡിന് കൊടുത്തിട്ടുള്ളൂ. റെനോ നിസാൻ അത് മറക്കാതെ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ്, ഇതിന് എഞ്ചിൻ കവർ ഇല്ല, നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ ഒരു 1.3 എന്ന് പറഞ്ഞാൽ നമുക്ക് 1333 cc വരുന്നുണ്ട്. ഇത് കാണിച്ചു കൊടുത്താൽ നമുക്ക് നിസാന്റെ വണ്ടിയിലുണ്ടോ റെനോ എന്നുള്ള ബ്രാൻഡിങ് കൂടിയുള്ള ഒരു ഹോസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ സെയിം എഞ്ചിനാണ്, സെയിം ഷാസി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നേരത്തെ T280 എന്ന് പറഞ്ഞ പോലെ 280 Nm ടോർക്കും 166 PS ആണ് ഇതിന് വരുന്ന ഒരു പവർ എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും മാനുവൽ ആയിട്ടും കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് കിട്ടുന്നതാണ് ഒരു 1 ലിറ്റർ, നമ്മൾ T160 എന്ന് ഇവിടെ ബ്രാൻഡ് മെൻഷൻ ചെയ്യുന്നത്. അതിലേക്ക് വന്നാൽ നമുക്കൊരു 100 PS അതുപോലെ തന്നെ 166 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ടെക്ടോൺ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്ത് ദീർഘിപ്പിച്ച് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. കാരണം നിസാന് ഒരു കിടിലൻ ഓഫർ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ 10,000 ബുക്കിങ്ങിന് അവർ എടുക്കുന്നവർക്ക് ആദ്യത്തെ 5 വർഷത്തേക്ക് 1.5 ലക്ഷം കിലോമീറ്റർ വരെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആദ്യത്തെ 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു വാഹനം എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് സർവീസസ് ആർ ഫ്രീ ആണെന്ന് പറയുന്നത്, 3 സർവീസ് ആർ ഫ്രീ ആണെന്ന് പറയും. പക്ഷേ നമ്മൾ മാറ്റുന്ന ഓയിൽ അതുപോലെ തന്നെ ഫിൽറ്റർ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഫ്രീ കിട്ടില്ല, പൈസ കൊടുക്കണം. ലേബർ ചാർജിന് മാത്രമാണ് ഫ്രീ എന്ന് മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ആദ്യത്തെ 50,000 കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്യുന്ന സാധനങ്ങളും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഫ്രീ എന്ന് പറയുന്നത്. 5 സർവീസ് 50,000 കിലോമീറ്റർ വരെ സർവീസ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് 0 ബില്ലായിരിക്കും തരിക എന്നുള്ളതാണ്. കൂടാതെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇൻട്രസ്റ്റ് റേറ്റ് കുറവിൽ നമുക്ക് EMI ഇടാന്നുള്ളതാണ്. അതായത് എനിക്കൊന്ന് 6% താഴെയൊക്കെ നമുക്ക് എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അത്രയും ലോവസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ ഫിനാൻസ് ചെയ്തിട്ടും ടെക്ടോൺ എടുക്കാനായിട്ട് വരും. അത് ടെക്ടോൺ മാത്രമല്ല, നിസാൻ അത് അവരുടെ ലൈനപ്പിൽ എല്ലാ വാഹനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ്. സോ അത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാനും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ. ഡസ്റ്റർ ആണോ ടെക്ടോൺ ആണോ നല്ലത്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ. വീഡിയോ കാണുന്നതിന് ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.